ഹായ് ഓൾ, BSc വിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിംഗ് ചോദ്യപേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. ചോദ്യം 2, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2013 മാർച്ച് 31. നെക്സ്റ്റ് ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠസ്വാമികൾ. ചോദ്യം 4, താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉമാണ്. രണ്ടാമത്തേത് ബുഷ്മനും, നാലാമത്തേത് ത്വാറക്കും. ചോദ്യം 5, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൈലാസ് സത്യാർത്ഥി. നെക്സ്റ്റ് ചോദ്യം, മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുറന്നാനൂറ്. നെക്സ്റ്റ് ചോദ്യം, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ? ഉത്തരം ഓപ്ഷൻ എ ആണ്, മൂലധനം. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കിലിയൻ എംബപ്പെ. ഫ്രാൻസിൻ്റെ കളിക്കാരനാണ് കിലിയൻ എംബപ്പെ. നെക്സ്റ്റ് ചോദ്യം, 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഐസൺ. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം ഐസൺ. 10ാമത്തെ ചോദ്യം, മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാർമ. നെക്സ്റ്റ് ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? മാനക രേഖാംശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന രേഖാംശ രേഖയാണ്. 82.5 ഡിഗ്രി കിഴക്കാണ്. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 23.5 ഡിഗ്രി വടക്കാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ്. ഇന്ത്യയുടെ ഏകദേശം നടുക്കുകൂടി കടന്നു പോകുന്ന കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള രേഖയാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത്, ഉത്തരായന രേഖ എന്നും പറയും. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 30 ഡിഗ്രിയാണ്. അതായത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 30 ഡിഗ്രിക്ക് അടുത്ത് വരും. രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെയാണ്. അപ്പോൾ അതിൻ്റെയും
ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 30 ഡിഗ്രിക്ക് അടുത്താണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. 14ാമത്തെ ചോദ്യം, ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഉത്തരം ഓപ്ഷൻ ബി, കരേവ. കരേവയാണ് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൃഷി അധിഷ്ഠിത വ്യവസായം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പഞ്ചസാര വ്യവസായം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിശാഖപട്ടണമാണ്. ചോദ്യം 17, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ഡി, ഷിപ്കില. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെയാണ്. ചോദ്യം 18, ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഉത്തരം ഓപ്ഷൻ സി, കൽക്കരി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? പ്രസ്താവനകൾ: 1, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. 2, ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. 3, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2. 1ഉം 2ഉം എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 3 തെറ്റാണ്. ചോദ്യം 20, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി, 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. ചോദ്യം 21, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രമാബായി. രമാബായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. നെക്സ്റ്റ് ചോദ്യം, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഹമ്മദാബാദ് സത്യാഗ്രഹം അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം എന്ന് അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെ? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗൈഡ് ലിയു. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഗൈഡ് ലിയുവിനെയാണ്. ചോദ്യം 25, ചൗരി ചൗര സംഭവം നടന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ എ, 1922. ചോദ്യം 26, 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനമാണ്. ചോദ്യം 28, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ഉത്തരം ഓപ്ഷൻ സി, വിനോബ ഭാവെ.
നെക്സ്റ്റ് ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആര്? ഉത്തരം അരുണ ആസിഫ് അലി, ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ചോദ്യം, 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി? ഉത്തരം CK ലക്ഷ്മണൻ, ഉത്തരം ഓപ്ഷൻ ബി. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? ഉത്തരം 38,863, 38,863 ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം, കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി, ഓപ്ഷൻ സി. ചോദ്യം 35, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ഉത്തരം 2695 മീറ്റർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 14. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2005. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ജൂൺ സെപ്റ്റംബർ മാസങ്ങളാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം 1994 ഉത്തരം, ഓപ്ഷൻ സി. നെക്സ്റ്റ് ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ, ഒറ്റപ്പാലം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് ചോദ്യം, ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, പ്രേംജി. 45-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, മലയാളി മെമ്മോറിയൽ. നെക്സ്റ്റ് ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുമാരഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ. ചോദ്യം 47. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പയ്യന്നൂര്. നെക്സ്റ്റ് ചോദ്യം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. ചോദ്യം 49. കയ്യൂർ സമരം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1941. 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്നത്. അടുത്ത ചോദ്യം, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി AKG അല്ലെങ്കിൽ AK ഗോപാലൻ. ചോദ്യം 51. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ചോദ്യം 52. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മാഡം ഭിക്കാജി ഗാമ. മാഡം ഭിക്കാജി ഗാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകുന്നത്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം 54. ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. മൗലിക കടമകളുമായി ബന്ധപ്പെട്ടതിൽ ശരിയല്ലാത്തതാണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. ബാക്കി 3 ഓപ്ഷനും ശരിയാണ്. അടുത്ത ചോദ്യം 55. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഉത്തരം ഓപ്ഷൻ ഡി വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആനന്ദമഠം. ചോദ്യം 57. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 16-ാം വകുപ്പ്. അടുത്ത ചോദ്യം, അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 1950 ജനുവരി 26. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ച ഡേറ്റ് 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി ഭാഷ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ ശരിയായവ കണ്ടെത്താനാണ്. 1. ന്യായവാദാർഹമല്ല. 2. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 3. ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം മൗലികാവകാശമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്
2, 4 എന്നിവ ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ. 4-മത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം മൗലിക അവകാശമാണ്. അതും ശരിയാണ്. ബാക്കി 2 ഓപ്ഷനും തെറ്റാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ആഹാരം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല്. ഓപ്ഷൻ ബി കോമ്പല്ല്. 62-മത്തെ ചോദ്യം, ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൃക്ക. നെക്സ്റ്റ് ചോദ്യം, അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. ജീവകം സി ആണ്, അസ്കോർബിക് ആസിഡ്. ജീവകം സി. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉഷസ് ആണ്. നെക്സ്റ്റ് ചോദ്യം, തൊണ്ടമുള്ളിന് അഥവാ ഡിഫ്തീരിയ കാരണമാകുന്ന രോഗാണു. ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉജ്ജ്വല. സങ്കര ഇനം പച്ചമുളക് ഉജ്ജ്വലയാണ്. 67-മത്തെ ചോദ്യം, ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തണ്ട്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കോന്നിയാണ്. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. ചോദ്യം 69, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി മേധാ പട്കർ ആണ്. ചോദ്യം 70, ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമോണിയം ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ. അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്. ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. നെക്സ്റ്റ് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ്, ഹൈഡ്രജനും കാർബണും. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായിട്ട് അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രജനും കാർബണുമാണ്. അടുത്ത ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞ. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കർഷണ ബലം. ചോദ്യം 78, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഓപ്ഷൻ എ ബുധനാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്
ഓപ്ഷൻ സി വികിരണം. 80-ാമത്തെ ചോദ്യം, ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 80 ചോദ്യങ്ങൾ GK ചോദ്യങ്ങൾ നോക്കി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അടുത്തൊരു ചോദ്യപേപ്പറുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ അതുവരേക്കും ബൈ.